ജനറലി കിഡ്നി പേഷ്യൻസ് ഫോളോ ചെയ്യേണ്ട എന്തെങ്കിലും ഡയറ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മെയിനായിട്ട് നമ്മുടെ ഡയറ്റ് എന്ന് പറയുന്നത് പ്രഷർ, ഷുഗറും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള ഡയറ്റാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രഷർ എന്ന് പറയുമ്പോൾ നമ്മൾ സോഡിയം കൺട്രോൾ ചെയ്യണം. അപ്പോൾ അതിന് കറക്റ്റ് പ്രോപ്പർ മെഡിസിൻസ് എടുക്കണം. പിന്നെ പൊട്ടാസ്യം കൺട്രോൾ ചെയ്യണം. സോഡിയം പൊട്ടാസ്യം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ നോർമൽ ഒരു അഡൽട്ടിന്, അതായത് പ്രഷറും ഷുഗറും വരുന്നതിന് മുന്നത്തെ സ്റ്റേജിൽ യങ് അഡൽട്ട്സിന് യു ഷുഡ് ടേക്ക് എ ലോട്ട് ഓഫ് പൊട്ടാസ്യം. കുറേ പൊട്ടാസ്യം എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് പ്രഷർ കൺട്രോൾ ആവുള്ളൂ. സോ ബ്ലഡ് പ്രഷർ കൺട്രോൾ ആവാൻ എപ്പോഴും പൊട്ടാസ്യം നല്ലതാണ്. സോ സോഡിയം കുറയ്ക്കുകയും വേണം. അപ്പോൾ നോർമലി ഒരു 2.3 ഗ്രാം പെർ ഡേ ആണ് നമ്മൾ അഡൽട്ടിന് കഴിക്കേണ്ടി വരിക, അതായത് ഒരു 1 ടീസ്പൂൺ എന്ന് പറയുന്നത്. സോ അത് നമ്മൾ മാക്സിമം ഒരു 1.5 ഗ്രാമിൽ താഴെ കൊണ്ടുവരണം ഹൈപ്പർ ടെൻഷനുള്ള ആൾക്കാർക്ക്. പ്രധാനമായിട്ടും വരുന്ന ഉപ്പ് കുറയ്ക്കുക എന്നുള്ളത്. നെക്സ്റ്റ് റീനൽ ഫെയിലർ വന്നു കഴിഞ്ഞാൽ പിന്നെ പൊട്ടാസ്യം കുറയ്ക്കണം. സോ പൊട്ടാസ്യം ഹൈ റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒഴിവാക്കുക. അതിന് പൊട്ടാസ്യം കുറഞ്ഞ ഫ്രൂട്ട്സായ ആപ്പിൾ, പപ്പായ, പേരക്ക പോലത്തെ ഫ്രൂട്ട്സ് കണ്ടിന്യൂ ചെയ്യുക. പിന്നെ നമ്മൾ വരുന്നത് ഷുഗറിൻ്റെ കാര്യത്തിൽ നമ്മൾ പ്രധാനമായിട്ടും ഫാസ്റ്റിംഗ് ഷുഗറും പോസ്റ്റ് പാനൽ ഷുഗറും കൺട്രോൾ ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ ഈ റൈസ് ഐറ്റംസ് കുറയ്ക്കണം. പിന്നെ ഫ്രൂട്ട്സ്, ഇപ്പം ഏത് ഫ്രൂട്ടാണെങ്കിലും അത് പഴുക്കും തോറും അതിൽ ഷുഗർ കണ്ടൻറ്റ്, പൊട്ടാസ്യം കണ്ടൻറ്റ് കൂടും. സോ അധികം പഴുക്കാത്ത ഇളം പച്ചയിലുള്ള ഫ്രൂട്ട്സുകൾ നമ്മൾ കഴിക്കുക. ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടത്. പിന്നീട് നമ്മൾ പ്രോട്ടീൻസ് റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറയും. അത് നമ്മുടെ പറയുന്നത് വെച്ചാൽ ഹൈ പ്രോട്ടീൻസ് കൂടുതൽ കഴിച്ചാൽ, ആ ഒരു തിയറിയിൽ കുറേ ഡിബേറ്റ് ഇപ്പോൾ വരുന്നുണ്ട് ലേറ്റസ്റ്റ് ആയിട്ട്. പൊട്ടാസ്യം അധികം ഫ്രൂട്ട്സ് അല്ല പ്രോട്ടീൻ കഴിച്ചാൽ നമ്മുടെ യൂറിനിൽ അത് കൂടുതൽ പ്രോട്ടീനായിട്ട് വരികയും അത് പ്രോട്ടീൻ യൂറിയ കൂടുകയും അത് കൂടുതൽ റീനൽ ഫെയിലിയറിലേക്ക് എത്തുകയും ചെയ്യും എന്നാണ് പൊതുവെ പറയാറ്. സോ പ്രോട്ടീൻ നമ്മൾ അഡൽട്ടിൻ നോർമൽ ഒരാൾക്ക് 1 ഗ്രാം പെർ kg പെർ ഡേ ആണ് വേണ്ടത്, ആവറേജ് 60 കിലോ ഒരാൾക്ക്. അപ്പോൾ നമ്മൾ റീനൽ ഫെയിലിയർ ഉള്ള ഒരാൾക്ക് അത് 0.8 ഗ്രാം പെർ kg, അത് അറൗണ്ട് 48 ഗ്രാം പെർ kg ആണ് വേണ്ടത്. 48 ഗ്രാം ആണ് നമ്മൾ യൂഷ്വലി പെർ ഡേ വേണ്ടത്. ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾ പക്ഷേ പ്രോട്ടീൻ കൂടുതൽ കൊടുക്കണം. അപ്പോൾ നമ്മൾ 1 to 1.5 ഗ്രാം, അറൗണ്ട് 60 കിലോ ഉള്ള ഒരാൾക്ക് 90 ഗ്രാം വരെ പ്രോട്ടീൻ കൊടുക്കേണ്ടി വരാറുണ്ട്.